ദലൈലാമയ്ക്ക് പിൻഗാമിയെ പ്രഖ്യാപിച്ചാൽ ചൈനയുടെ അടുത്ത നടപടി എന്തായിരിക്കും? ചൈന സ്വന്തം നിലയ്ക്ക് പുതിയ ദലൈലാമയെ വാഴിക്കുമോ? ചൈന ലാമയെ വാഴിച്ചാൽ അത് ടിബറ്റൻ ജനത അംഗീകരിക്കുമോ? ഇന്ത്യയിൽ ഉണ്ടാകുന്ന പിൻഗാമിക്കായിരിക്കുമോ ടിബറ്റിന്റെ പിന്തുണ? അത്യന്തം സംഘർഷഭരിതവും സംഭവബഹുലവുമാവുകയാണ് പുതിയ ദലൈലാമയ്ക്കായുള്ള കാത്തിരിപ്പ്. ഇപ്പോഴത്തെ ലാമയുടെ 90ാം പിറന്നാളിന് പിൻഗാമിയെ പ്രഖ്യാപിക്കും എന്നായിരുന്നു അഭ്യൂഹങ്ങൾ. പിൻഗാമിയെ പ്രഖ്യാപിച്ചാൽ അത് ടിബറ്റൻ ആത്മീയതയ്ക്ക് വിരുദ്ധമാകും. ദലൈലാമയുടെ മരണശേഷം ആത്മാവ് മറ്റൊരാളിൽ പ്രവേശിക്കുന്നുവെന്നാണ് സങ്കല്പം. ആത്മാവിൽ നിന്ന് തുടങ്ങി ഇന്ത്യ, ചൈന, അമേരിക്ക എന്നീ 3 രാഷ്ട്രങ്ങളുടെ ഭൗതികതയെ വരെ ബാധിക്കുന്ന വിഷയമാണ് ദലൈലാമ. ആരായിരിക്കും ആ പിൻഗാമി? ആരംഭിക്കുന്നു സത്യം പറയട്ടെ. ജൂലൈ 6 വടക്കൻ ടിബറ്റിലെ ടാക്സ്റ്ററിൽ ജനിച്ചതാണ് ലാമോ തൊൻഡൂപ് എന്ന ഇപ്പോഴത്തെ ലാമ. 2 വയസ്സുള്ളപ്പോഴാണ് 13ാം ദലൈലാമയുടെ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. ടെൻസിൻ ഗ്യാറ്റ്സോ എന്ന പേര് നൽകി 4ാം വയസ്സിൽ വാഴിച്ചു. 1950-ൽ 15ാം വയസ്സിൽ പൂർണ്ണാധികാരം കൈമാറി കിട്ടി. ചൈന ടിബറ്റിലേക്ക് കടന്നു കയറിയതോടെയാണ് ലാമയെ ചെറിയ പ്രായത്തിൽ തന്നെ പൂർണ്ണാധികാരിയായി പ്രഖ്യാപിച്ചത്. പിന്നെ ടിബറ്റിൽ ഏറ്റുമുട്ടലിന്റെ നാളുകളായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കടന്നുവരവിനെ ചെറുത്തു നിൽക്കാനാകാതെ ലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. 1959 മാർച്ച് 31-നാണ് അതിർത്തി കടന്ന് പ്രവേശിച്ചത്. മക്ലിയോഡ് ഗഞ്ചിൽ താമസം തുടങ്ങി സമാന്തരമായ ടിബറ്റൻ ഭരണകൂടം സ്ഥാപിച്ചു. ടിബറ്റിന്റെ മുഖമായി ലോകമെങ്ങും ലാമ വാഴ്ത്തപ്പെട്ടു. നൊബേൽ പുരസ്കാരം വരെ ഏറ്റുവാങ്ങി. ഇപ്പോഴത്തെ ദലൈലാമയെ അംഗീകരിക്കുന്നത് ഇന്ത്യ മാത്രമല്ല, തുടക്കം മുതൽ അമേരിക്കയുടെയും പിന്തുണയുണ്ട്. മറുവശത്ത് ചൈനയാണ് എന്നതിനാൽ അമേരിക്കയുടെ പിന്തുണയ്ക്ക് കരുത്ത് കൂടുതലുമുണ്ട്. എന്നാൽ പുതിയ ദലൈലാമയെ ആര് തീരുമാനിക്കുമെന്നാണ് ചോദ്യം. പുതിയ ലാമയെക്കുറിച്ച് 2 സന്ദേശങ്ങളാണ് ഇപ്പോഴത്തെ ലാമ നൽകിയത്. പിൻഗാമി ആണോ പെണ്ണോ ആകാം. പൗരത്വം ടിബറ്റിലാകണമെന്ന നിർബന്ധവുമില്ല. ഇന്ത്യയിലോ ലങ്കയിലോ അമേരിക്കയിലോ താമസിക്കുന്ന ടിബറ്റുകാരിൽ ആരിൽ നിന്ന് വേണമെങ്കിലും പിൻഗാമി ഉണ്ടാകാം എന്ന സാധ്യതയാണ് ഇത് തുറന്നിടുന്നത്. ചൈനയുടെ അധീനതയിലുള്ള ടിബറ്റിൽ പിൻഗാമിയെ തെരഞ്ഞെടുത്താൽ ഉണ്ടാകുന്ന പ്രതിസന്ധി മറികടക്കാനാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. നിലവിലെ ദലൈലാമയുടെ മരണശേഷം മാത്രമേ പുതിയ ദലൈലാമയ്ക്കായുള്ള അന്വേഷണം തുടങ്ങൂ എന്നാണ് ചട്ടം. ശേഷിക്കുന്ന മുതിർന്ന ലാമമാർ നിർദ്ദേശിക്കുന്ന പിൻഗാമിയെ കണ്ടെത്തുന്നതാണ് പിന്നീടുള്ള ദൗത്യം. എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ടിബറ്റൻ ബുദ്ധിസത്തിലാണ് ചൈന യുക്തികളുമായി എത്തുന്നത്. ചൈന പുതിയ ലാമയെ വാഴിക്കാൻ നേരത്തെ നടപടികൾ തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ. ലാമയെ കണ്ടെത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ താമസമാക്കിയ ടിബറ്റൻ കുടുംബത്തിൽ നിന്ന് ലാമ ഉണ്ടാകുമെന്നും പ്രചാരണമുണ്ടായി. ഇപ്പോഴത്തെ ലാമയുടെ അനുഗ്രഹത്തോടെ അമേരിക്കയിൽ പിൻഗാമിയെ വളർത്തിയെടുക്കുന്നുവെന്നാണ് മറുവാദങ്ങളിൽ പറയുന്നത്. ലാമയുടെ കാലശേഷമാണ് തെരഞ്ഞെടുക്കേണ്ടത് എങ്കിലും ഇരുപക്ഷവും മുൻകൂട്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. 2ഓ 4ഓ വയസ്സുള്ളയാളെ തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് അധികാരം കൈമാറുന്നതുവരെ ഇനി കാത്തിരിക്കാൻ കഴിയില്ല. 2 പക്ഷവും ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞു. വിശ്വാസത്തെ മറികടക്കുന്ന യുദ്ധതന്ത്രങ്ങളാണ് 2 വശത്തും ഉണ്ടാകുന്നത് എന്നർത്ഥം. 1,40,000 ടിബറ്റൻ ബുദ്ധരാണ് പലായനം ചെയ്തവരുടെ പിന്മുറക്കാരായി ഉള്ളത്. ഇവരാണ് വോട്ടെടുപ്പിലൂടെ ടിബറ്റൻ ഭരണകൂടത്തിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. 2011 വരെ ഇപ്പോഴത്തെ ലാമയ്ക്കായിരുന്നു ചുമതലയെങ്കിൽ ഇപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രസിഡന്റിനാണ് അധികാരം. ടിബറ്റിന്റെ സാങ്കല്പിക ഭരണകൂടത്തെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലാമ ജനാധിപത്യത്തിന്റെ വഴിയിൽ എത്തിച്ചിരുന്നു. നിരവധി സ്കൂളുകൾ, ആശുപത്രികൾ, വയോജന കേന്ദ്രങ്ങൾ, അനാഥാലയങ്ങൾ ടിബറ്റൻ ഭരണകൂടത്തിന് കീഴിലുള്ളത് ഇത്തരം സ്ഥാപനങ്ങളാണ്. ഇവയുടെ നിയന്ത്രണം 50 വർഷമായി 1.5 ലക്ഷത്തോളം വരുന്ന അംഗങ്ങൾ തെരഞ്ഞെടുക്കുന്നവർക്കാണ്. എല്ലാത്തിനും മുകളിൽ ദലൈലാമയാണ് എന്നതിനാൽ ഒരു തർക്കവുമില്ലാതെ അവ നിലനിന്നു. പിൻഗാമി നിലവിലെ ലാമയുടെ കാലശേഷമേ ഉണ്ടാകൂ എന്നാണ് അറിയിപ്പ്. ലാമയില്ലാത്ത അത്തരമൊരു സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം. ചൈന സ്വന്തം നിലയ്ക്ക് ലാമയെ പ്രഖ്യാപിക്കും എന്ന് കരുതുന്നവരാണ് ഏറെയും. ധർമ്മശാലയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ മറ്റൊരു പിൻഗാമിയും വന്നേക്കും.
ലാമയുടെ യഥാർത്ഥ പിൻഗാമിയെ ചൊല്ലി ഏറ്റുമുട്ടലുകൾക്കുള്ള വഴി പോലും തുറന്നേക്കാം. ലാമ ജീവിച്ചിരിക്കുന്നിടത്തോളം ചൈനയുടെ ഒരു നീക്കവും ഫലം കാണില്ല. പക്ഷേ ലാമയുടെ കാലശേഷമുള്ള ചൈനയുടെ നീക്കങ്ങളെ ആര് തടയും എന്നതാണ് ചോദ്യം. നമസ്കാരം.